ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവരുടെയും എനർജിയായിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാം തന്നെ. അതായത് ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ, അതല്ലെങ്കിൽ ഒരു പാസ്റ്റ് റിലേഷന് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ്. അതായത് നിങ്ങൾ തമ്മിൽ പിരിക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് ചിലപ്പോൾ ഒരു കമ്മിറ്റഡ് റിലേഷൻ നിങ്ങൾ തമ്മിൽ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ രണ്ടുപേർക്കും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. അതായത് രണ്ടുപേരും ഒരേപോലെയാണ്, എല്ലാ കാര്യവും ഒരേപോലെ. നിങ്ങൾ തമ്മിൽ എല്ലാത്തിലും ഒരു ബാലൻസ് ഉണ്ട് എല്ലാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരിലും നല്ല ഡെപ്തിലാണ് ഒരു ഇഷ്ടം, ഇമോഷൻസും ഒക്കെയുണ്ട്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി, പാരൻസ്, ഫ്രണ്ട്സ്, അങ്ങനെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാവരും സപ്പോർട്ടാണ്. വീട്ടിലൊന്നും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഒരു ട്വിൻ സോൾ എനർജിയൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് അങ്ങനെ വലിയ പ്രോബ്ലംസും ചില അങ്ങനത്തെ രീതിയിലുള്ള ഒരു എതിർപ്പൊന്നുമില്ല. എല്ലാവർക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇഷ്ടമാണ് കാണാനും. അങ്ങനെ വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിൽ. നല്ല ഒരു സെയിം ഹൈ ലെവലിൽ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കി എല്ലാവർക്കൊക്കെ ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല പോസിറ്റീവായിട്ട് പോകുന്നൊരു റിലേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെയാണ് ഇമോഷൻസും എല്ലാം ഉള്ളത്. നല്ല ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഫീലിങ്സും ഒക്കെ പറയാതെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ തരത്തിലും നല്ല ഒരു റിലേഷനാണ് നിങ്ങളുടേത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ചുമ്മാ ഒരു ടൈം പാസിനോ അതല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഒരു എനർജി പോലെ വലിയ ചുമ്മാ ഒരു അനാവശ്യമായിട്ടുള്ള രീതിയിലോ ഒന്നും അല്ല. രണ്ടുപേർക്കും ഈക്വലായിട്ട് നല്ല രീതിയിലൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുപേരും. അതായത് ഫാമിലിയും കിഡ്സും ഒക്കെ ആയിട്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലിയിലൊക്കെ ചിലപ്പോൾ ഒരു സെലിബ്രേഷനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ഗെറ്റ് ടുഗെദർ, അതായത് ആ ഒരു സെലിബ്രേഷനിൽ കൂടെ നിങ്ങളുടെ ഫാമിലീസ് തമ്മിൽ കുറേ കൂടെയൊക്കെ മിങ്കിളാവാനും എല്ലാ കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞ് ഉറപ്പിക്കാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒരു നെഗറ്റീവ് പറയാനൊന്നുമില്ല. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ കൂടെ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ തരത്തിലുള്ള എതിർപ്പൊന്നുമില്ല. പിന്നെ നിങ്ങളിപ്പോൾ എഡ്യൂക്കേഷൻ ലെവലാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ആയിരിക്കാം പഠിക്കുന്നത്. അതുപോലെ തന്നെ ജോലിയൊക്കെ നല്ല രീതിയിൽ നല്ല വെൽ സെറ്റിൽഡ് ആണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു മാരേജിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫിനാൻസും ജോലിയും എല്ലാത്തിലും നല്ല ഗ്രോത്ത് ഒക്കെ കാണുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു രണ്ടുപേരുടെ എനർജി അത്രയ്ക്ക് പവർഫുൾ എനർജിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ജന്മങ്ങളിലാവില്ല, കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് മുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതും ഒക്കെ കൂടെയാണ്. അപ്പോൾ എല്ലാ കർമ്മകളും എല്ലാം കഴിഞ്ഞ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഒരുമിക്കാനുള്ളൊരു സോളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പോസിറ്റീവ്
പോസിറ്റീവ് എനർജീസും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും കൂടെ ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടുള്ള, അതായത് നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ്റെ ആ ഒരു ഇത് കൊണ്ട്, പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്ക് പോലും അതുകൊണ്ട് ഭയങ്കര നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതപ്പോൾ മറ്റുള്ളവർക്ക് തന്നെ അറിയാം. അത് തന്നെയല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ നിങ്ങൾ ഭയങ്കര ഒരു നല്ലൊരു എനർജി ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള സക്സസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബിക്കോസ് ഇത് അത്ര പവർഫുൾ ആയിട്ടുള്ള റിലേഷൻ ആണ് ഇത് എല്ലാ തരത്തിലും നമ്മൾ നോക്കുമ്പോഴും. അപ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല ഒരു എല്ലാം വളരെ സ്മൂത്തായിട്ടൊക്കെ പോകും. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരുന്ന ഒരു നെഗറ്റീവ് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിലും കംപ്ലീറ്റ്ലി അങ്ങ് മറന്ന് എല്ലാം എനിക്ക് ഓക്കെ ആവും, എല്ലാം എൻ്റെ സെറ്റാവും എന്ന രീതിയിൽ എല്ലാം കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിച്ചു എല്ലാ കാര്യങ്ങളും അങ്ങ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഓടിച്ചാടി നടക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഗട്ട് ഫീലിംഗ് നമ്മൾ നോക്കുക, നമ്മുടെ ചുറ്റുവട്ടം നോക്കുക, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ തനിയെ പോയി കുഴിയിൽ ചാടാതെ നോക്കുക. അതായത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലല്ല, നിങ്ങളിൽ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങളെ എന്തെങ്കിലും ഹെൽപ്പിന് ചോദിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിലോട്ട് ചിലപ്പോൾ അതായത് നിങ്ങളുടെ രണ്ടുപേരും എനർജി സെയിം ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ണു അടച്ച് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കുക എടുക്കുകയോ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു ട്രാപ്പിലോട്ട് വീഴാനുള്ളൊരു കെണിയാവരുത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് വേണം തീരുമാനിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ നിങ്ങൾ മറ്റുള്ള ആർക്കും നെഗറ്റീവ് വരാനോ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഒരു പ്യുവർ സോളാണ് രണ്ടുപേരും. അപ്പോൾ ആ ഒരു സോൾ ലെവലിലാണ് നിങ്ങൾ എല്ലാവരും. അത് എനിക്കൊരാളോട് എന്താണ് ഫീലിംഗ് ഉള്ളത്, ആ സെയിം ഫീലിംഗ് ആണ് അയാൾക്ക് എന്നോട് തിരിച്ചുള്ളത് എന്നൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഓരോ ചതിക്കാൻ വേണ്ടിയായിരിക്കും ഒരാൾ ചിലപ്പോൾ പൈസപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. അപ്പം തിരിച്ചു തരും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഞാനാണെങ്കിൽ കൊടുക്കുക, അയാൾ അങ്ങനെ കാണിക്കില്ല. പക്ഷേ ചിലപ്പോൾ അയാൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരത്തില്ലായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ അയാൾ തിരിച്ച് കാണിക്കണമെന്നില്ല. അപ്പം അങ്ങനെ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ചിലപ്പോൾ ഈ കണ്ണ് ദോഷം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുവരുന്ന നെഗറ്റീവ്സ് എനർജീസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതൊന്നും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുക. ഒരു നെഗറ്റീവ് വിചാരം പോലും നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരരുത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള എനർജീസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെയും മാത്രം നിങ്ങൾ ഓർക്കുക. ഇത് ഒരു ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ഇത് യൂണിവേഴ്സായിട്ട് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റിലേഷനാണ്. അപ്പോൾ ഈ ഒരു ബോണ്ടിനെ ആർക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയാലും തകർക്കാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോൾ ചില അസൂയ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാർമിക്കിൻ്റെ ഫലം കൊണ്ടൊക്കെ ചിലപ്പോൾ ചിലർ വല്ലതുമൊക്കെ നെഗറ്റീവ്സൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്നതിന് കംപ്ലീറ്റ് ആയിട്ടും ചെവി കൊടുക്കാതിരിക്കുക. അങ്ങനെ കൂടെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവ്സ് വേറൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഇത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു മാരേജിലോട്ടൊക്കെ തന്നെ പോവും. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ, ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഉള്ളിൽ ഇഷ്ടം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയി ആ ഒരു പേഴ്സണോട് ഇഷ്ടം പറയാവുന്നതാണ്. ബിക്കോസ് ആ പേഴ്സണും നിങ്ങളോട് അതുപോലെ തന്നെയുണ്ട്. അതോടൊപ്പം കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സംശയിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.